നമസ്കാരം. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് തന്നെ കേരളത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങിയ മുന്നണികളുടെ പരസ്യപ്പോര് ഇന്ന് വൈകിട്ട് 6-ന് അവസാനിക്കും. വോട്ടെടുപ്പ് വെള്ളിയാഴ്ച 7 മുതൽ 6 വരെയാണ്. അവസാന 48 മണിക്കൂറിൽ നിശബ്ദ പ്രചാരണം മാത്രമാണ്. ഈ സമയം നിയമവിരുദ്ധമായി കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്താൽ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് പണം കൈമാറ്റം, സൗജന്യങ്ങളും സമ്മാനങ്ങളും നൽകൽ, മദ്യവിതരണം എന്നിവ കണ്ടെത്തിയാൽ നടപടിയെടുക്കും. വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെയുള്ള 48 മണിക്കൂർ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മദ്യവിതരണത്തിനും വിൽപ്പനയ്ക്കും നിരോധനമുണ്ട്. എല്ലാ വാഹനങ്ങളും പരിശോധിക്കും. പുറത്തുനിന്നുള്ള പാർട്ടി പ്രവർത്തകർ മണ്ഡലത്തിൽ തുടരാൻ അനുവദിക്കില്ല. ലൈസൻസുള്ള ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും കൊണ്ടു നടക്കുന്നതിനുമുള്ള നിരോധനം തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതുവരെ തുടരും. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. ആരോപണ പ്രത്യാരോപണങ്ങളും ഒന്നിനു പിറകെ എത്തിയ വിവാദങ്ങളും ആവേശം പകർന്ന പ്രചാരണത്തിനാണ് ഇന്ന് തിരശീല താഴുന്നത്. പ്രധാനമന്ത്രിയുടെ വിവാദ പ്രസംഗമാണ് സംസ്ഥാനത്തെ ഒടുവിലത്തെ സജീവ ചർച്ചാ വിഷയം. വിവിധ ലോക്സഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പോളിംഗ് സാധനങ്ങളുടെ വിതരണം നാളെ നടക്കും. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള അവസാന ദിനം ഇന്ന്. നാമനിർദ്ദേശം പിൻവലിക്കാനുള്ള സമയപരിധി കഴിഞ്ഞ് 3 തവണയായി പത്രങ്ങൾ, TV ചാനലുകൾ, പാർട്ടിയുടെ സ്വന്തം വെബ്സൈറ്റ് എന്നിവ വഴി ഈ വിവരങ്ങൾ പാർട്ടികൾ പരസ്യപ്പെടുത്തണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. സുപ്രീം കോടതി വിധി പ്രകാരം നിലവിൽ വന്നതാണ് ഈ നിർദ്ദേശം. നോ യുവർ കാൻഡിഡേറ്റ് എന്ന പേരിലുള്ള മൊബൈൽ ആപ്പ് വഴിയോ കമ്മീഷന്റെ വെബ്സൈറ്റിലെ affidavit.eci.gov.in എന്ന ലിങ്കിലോ സ്ഥാനാർത്ഥികളുടെ സത്യവാങ്മൂലങ്ങൾ പരിശോധിക്കാം. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുമെങ്കിലും വടകര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പരസ്യയുദ്ധം അത് കഴിഞ്ഞും തുടരുമെന്ന് ഉറപ്പായി. തനിക്കെതിരെ ഉന്നയിച്ച വ്യാജ ആരോപണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ KK ശൈലജയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചതിനു പിന്നാലെ നവമാധ്യമങ്ങളിൽ വ്യാജ പ്രചരണവും അധിക്ഷേപങ്ങളും നടത്തിയെന്നാരോപിച്ച് ഷാഫി പറമ്പിലിനെതിരെ ശൈലജ വക്കീൽ നോട്ടീസ് അയച്ചു. KK ശൈലജ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവർ നടത്തിയ വ്യാജ പ്രചാരണവും ഗൂഢാലോചനയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷാഫി പറമ്പിൽ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോയും വ്യാജ പോസ്റ്ററുകളും നിർമ്മിച്ചതായി പത്രസമ്മേളനത്തിലാണ് ശൈലജ ആരോപിച്ചത്. എതിർ സ്ഥാനാർത്ഥിക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ പ്രചരിപ്പിച്ചതുവഴി ശൈലജ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് നടത്തിയതെന്നും ഷാഫിയുടെ പരാതിയിൽ പറയുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യാജ പരാതി നൽകിയെന്നാരോപിച്ച് ശൈലജയ്ക്കെതിരെ ഷാഫിയുടെ ചീഫ് ഏജന്റ് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാറും പരാതി നൽകിയിട്ടുണ്ട്.